ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. സ്റ്റുഡൻസ് ബിനാലെ നടക്കുന്ന അർമാൻ ആൻഡ് കമ്പനി ബിൽഡിംഗിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. അർമാൻ ബിൽഡിംഗിന്റെ പുറകുവശമാണ്. സ്റ്റുഡൻസ് ബിനാലെ നടക്കുന്ന ട്രിവാൻഡ്രം വെയർഹൌസിലേക്ക് പ്രവേശിക്കുകയാണ്.
കാശി ഹാലേഗോ ഹൗസിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നോടം ഒരു കാലത്ത് ജൂത കുടുംബം വസിച്ചിരുന്ന വീടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കാശി ഈ വർഷം കൊച്ചിൻ ബിനാലയുടെ ഭാഗമല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സ്റ്റുഡൻസ് ബിനാല നടക്കുന്ന കേവിൻ ആർക്കേഡിലേക്ക് പ്രവേശിക്കുകയാണ്. സ്റ്റുഡൻസ് ബിനാലെ കാഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഞാൻ. സ്റ്റുഡൻസ് ബിനാലെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കഫേയാണ്. എന്ത് ഓർഡർ ചെയ്യണം എന്ന് സംശയിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാരൻ സജസ്റ്റ് ചെയ്ത അമേരിക്കാനോ കുടിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റിന്റെ രാത്രി ദൃശ്യങ്ങൾ പകർത്താനായി ഞാൻ തീരുമാനിച്ചു. ക്രിസ്മസ്, ന്യൂ ഇയർ എന്നീ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അലങ്കരിക്കലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജൂതവംശജയായ സാറാ കോഹന്റെ വീടിന് മുൻപിലാണ്. ഈ വീട് സാറാസ് ഹാൻഡ് എംബ്രോയിഡറി ഷോപ്പ് കൂടിയാണ്. സഞ്ചാരികൾ സ്ഥിരമായി സന്ദർശിക്കുന്ന വീടാണ് സാറാ കോഹന്റെ വീട്. സാറാ കോഹന്റെ കാലശേഷം അവരുടെ വളർത്തുമകനായ താഹ ഇബ്രാഹിമാണ് ഈ വീട് നിലനിർത്തി പോകുന്നത്.
സാറാ കോഹൻ ഉള്ളപ്പോൾ ഉള്ള ഡിസൈനുകളാണ് ഇപ്പോഴും ഇവിടെ ഡിസൈൻ ചെയ്ത് പോകുന്നത്. ഒരു കാലത്ത് മട്ടാഞ്ചേരിയിൽ അഭയം പ്രാപിച്ച ജൂത കുടുംബം 1948 ഇസ്രായേലിലേക്ക് തിരികെ പോകുമ്പോൾ സാറാ കോഹൻ ഇവിടെ തന്നെ നിന്നു. ദൃശ്യത്തിൽ കാണുന്ന തൊപ്പികൾ ജൂതന്മാർ ഉപയോഗിക്കുന്നതാണ്. ദൃശ്യത്തിൽ കാണുന്ന കട്ടിലും കസേരയും സാറാ കോഹൻ ഉപയോഗിച്ചിരുന്നതാണ്. സാറാ കോഹന്റെ ഓർമ്മയിൽ ഞാൻ ഈ കടയിൽ നിന്നും യാത്ര പറയുന്നു. വിനോദസഞ്ചാരികളെ തന്റെ കടയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്ന കച്ചവടക്കാരൻ. ഇവിടുത്തെ പ്രശസ്തമായ സിനഗോഗ് സന്ദർശിക്കാൻ എനിക്ക് സമയം ലഭിച്ചില്ല. വിനോദസഞ്ചാരികൾ ചിത്രങ്ങളെ പകർത്തുന്നതിന്റെ തിരക്കിലാണ്. ഇവിടുത്തെ കടകളൊക്കെ അടച്ചു തുടങ്ങി. മട്ടാഞ്ചേരിയോടും ജൂത തെരുവിനോടും യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ യാത്ര തുടരുന്നു.